അപ്പോൾ നമ്മുടെ പിള്ളേർക്കെല്ലാം ഹൈഡ്രജനെ നിറയ്ക്കാൻ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോണത് ഇതിൻ്റെ തന്നെ കുറച്ച് എക്സ്റ്റൻഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും. അതിനുശേഷം നമ്മൾ IUPAC നെയിമിലേക്ക് കടക്കും. ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാൻ പോവാണ്. നിങ്ങൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, പോസ് ചെയ്യുക, നിങ്ങൾ നോട്ട്ബുക്കിന് അത് ചെയ്യുക. നോട്ട്ബുക്കിൽ എല്ലാവരും ചെയ്യണേ. നോട്ട്ബുക്കിൽ ചെയ്തില്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റത്തില്ല. നോട്ട്ബുക്കിൽ ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, സോ വളരെ വേഗം ഞാൻ ഇടാൻ പോവാണ്. CC3CC ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും നോക്കിക്കോ. ഇവിടുന്ന് ഞാൻ വളരെ പെട്ടെന്ന് പറയാൻ പോവാണ്. ഇവിടുന്ന് ഒരു ബോണ്ട് പോയി, ബാക്കി ഇനി എത്ര ബോണ്ട് ഉണ്ട്? 1 2 3. ഇവിടുന്ന് ഈ കാർബൺ നമ്മൾ നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ കാർബണിൻ്റെ 1 2 3 4 ബോണ്ട് മൊത്തത്തിൽ പോയി കഴിഞ്ഞു. 4 ബോണ്ട് പോയി. അപ്പോൾ ഇനി ബാക്കി ഇനി എത്ര ബോണ്ട് ഉണ്ട്? ഒരു ബോണ്ടും ഇല്ല. അവിടെ ബോണ്ട് ഇടേണ്ട കാര്യമില്ല. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഈ കാർബണിൻ്റെ കേസിൽ ഈ കാർബണിൻ്റെ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ 3 ബോണ്ട് ഉണ്ട്. അങ്ങനെ മൊത്തം കാർബണിൻ്റെ 4 ബോണ്ട് കംപ്ലീറ്റ് ആയി. ഇനി അവിടെ ബോണ്ട് ഇല്ല. ഓക്കെ, സോ അടുത്ത് ഈ കാർബണെ നോക്കി. ഈ കാർബണിൻ്റെ 1 2 3 3 ബോണ്ട് പോയി. ബാക്കി ഇനി എത്ര ബോണ്ട് ഉണ്ട്? ഒരു ബോണ്ട് ഉണ്ട്. അതായത് രാമ, നമുക്കിവിടെ ഒരു ബോണ്ട് പോയില്ലേ, ബാക്കി ഇനി എത്ര ബോണ്ട് ഉണ്ട്? 1 2 3 3 ബോണ്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ബോണ്ടുകളൊന്നും ഇടേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാർബണിൽ ഈ കാർബണിൽ ഒരു ബോണ്ട് ഉണ്ട്. സോ ആ ബോണ്ടുകളെല്ലാം നമ്മൾ ഹൈഡ്രജൻ വാരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഹൈഡ്രോ കാർബൺ. ഓക്കെ, സോ ഹൈഡ്രോ കാർബൺ നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഒരു ക്വസ്റ്റ്യനോടെ ചെയ്തു നോക്കാം. വളരെ സിമ്പിളാണ്. CC എന്തത് സാധനം? ഓക്കെ, ഒന്നുമില്ല. നമ്മൾ കാർബൺ അങ്ങോട്ടും ഇങ്ങോട്ടും വളർന്ന് തിരിച്ചൊക്കെ എഴുതുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കുക, ഇവിടെ കാർബൺ ഒരു ബോണ്ടാണ് പോയത്. ഒരു ബോണ്ട് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഇനി എത്ര ബോണ്ട് ഉണ്ട്? ബാക്കി ഇനി 3 ബോണ്ടുകളുണ്ട് അല്ലേ? ബാക്കി ഇനി 3 ബോണ്ടുകളുണ്ട്. ഇനി ഈ കാർബണിൻ്റെ കേസിൽ കാർബണ് 2 ബോണ്ട് പോയി, ബാക്കി ഇനി 2 ബോണ്ടുകളുണ്ട്. ഈ കാർബണിൻ്റെ കേസിലും കാർബണ് 2 ബോണ്ട് പോയി, ബാക്കി ഇനി 2 ബോണ്ടുകളുണ്ട്. ഈ കാർബണിൻ്റെ കേസിലും ഈ കാർബണ് 2 ബോണ്ട് പോയി, ബാക്കി ഇനി 2 ബോണ്ട് ഉണ്ട്. ഈ കാർബണിൻ്റെ കേസിൽ 1 2 3 3 ബോണ്ട് പോയിട്ടുണ്ട്, ബാക്കി ഇനി ഒരു ബോണ്ടാണുള്ളത്. ഈ കാർബണിൻ്റെ കേസിൽ 2 ബോണ്ട് പോയി, ബാക്കി ഇനി 2 ബോണ്ട് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. കണ്ടോ, ഇങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ഈ കോമ്പൗണ്ട് ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ തോന്നാറുണ്ട് അല്ലേ? വളരെ അൺഓർഡേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഹൈഡ്രജനെ ബോണ്ട് ഇട്ട് വരയ്ക്കാണ്ട് ഹൈഡ്രജനെ നമ്മളൊന്ന് ചുരുക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് എഴുതുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. CCC നമ്മളിതിനെ സാധാരണ എങ്ങനെ എഴുതുക? CHHHHHHH ഇങ്ങനെയാണ് എഴുതാറല്ലേ? എങ്ങനെയാണ് എഴുതാറ്? അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കാർബണിൻ്റെ 3 ഹൈഡ്രജൻ അല്ലേ ഉള്ളത്, അതിനെ നമുക്ക് ചുരുക്കി വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. CH 3 CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3 ഇങ്ങനെ എഴുതാം നമുക്ക്. എങ്ങനെ ഞാൻ പറഞ്ഞേ ഇത് കാർബണാണ്. കാർബണ് 3 ഹൈഡ്രജൻ ഉണ്ട്. സോ CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH3 ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, സോ ഞാനിപ്പോൾ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച വളരെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അറിയാവുന്നവർക്കും ഇത് സ്കിപ്പ് ചെയ്ത് നമുക്ക് നമ്മുടെ 10ാം ടോപ്പിക്കിലോട്ട് പോകാവുന്നതാണ്. ഓക്കെ, സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടൻസ്ഡ് ഫോർമുല. എന്ത് വിളിക്കൂടാ? കണ്ടൻസ്ഡ് ഫോർമുല. ഇങ്ങനെ ഹൈഡ്രജനെ ചുരുക്കി എഴുതുന്ന രീതിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടൻസ്ഡ് ഫോർമുല എന്ന് വിളിക്കുക. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കേസിൽ പഠിക്കാൻ പോകുമ്പോൾ മിക്കപ്പോഴും നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുലയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുക? ഒരു കാർബൺ എടുക്കുക, ആ കാർബണിൻ്റെ ചുറ്റുള്ള ഹൈഡ്രജൻ എല്ലാം ചുരുക്കി എഴുതുക CH3. ഈ കാർബൺ എടുത്ത് ഈ കാർബണിൻ്റെ ചുറ്റുള്ള ഹൈഡ്രജൻ എല്ലാം നമ്മൾ ചുരുക്കി എഴുതി CH2. ഈ കാർബൺ എടുത്ത് ഈ കാർബണിൻ്റെ ചുറ്റുള്ള ഹൈഡ്രജൻ എല്ലാം നമ്മൾ ചുരുക്കി എഴുതി CH3. ഓക്കെ, ദാറ്റ്സ് ഓൾ.